സംസ്ഥാനത്തെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ രോഗികളെ വലയ്ക്കുന്നു. മെഡിക്കൽ കോളേജുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സ തേടിയെത്തുന്നവർക്ക് വൃത്തിഹീനമായ സാഹചര്യം കാരണം മറ്റ് രോഗങ്ങൾ കൂടി പിടിപെടുന്ന അവസ്ഥയാണുള്ളത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും പിടിപെട്ടത് ആശുപത്രിയിലെ സാഹചര്യം കാരണമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമാകുകയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലുമൊക്കെ യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ. മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ബെഡുകളോ വീൽ ചെയറുകളോ ഇല്ല. രോഗം പിടിപെട്ട് ചികിത്സ തേടി എത്തുന്നവർക്ക് ആശുപത്രികളിലെ വൃത്തിഹീനമായ സാഹചര്യം കാരണം മറ്റു രോഗങ്ങൾ പിടിപെടുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും പിടിപെട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവിധ സമയങ്ങളിൽ പീഡിയാട്രിക് വാർഡിൽ പ്രവേശിപ്പിച്ച 8 കുട്ടികൾക്കായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഭക്ഷ്യവിഷബാധയ്ക്കാണ് സാധ്യതയെന്ന് ആശുപത്രി അധികൃതർ പറയുമ്പോഴും പീഡിയാട്രിക് വിഭാഗത്തിലെ ശുചിത്വമില്ലായ്മയാണ് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. സംഭവത്തിൽ DMOയുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ചികിത്സാ പിഴവുകളും ഡോക്ടർമാരില്ലാത്തതും കാരണം നിരവധി പരാതികളും ഉയർന്നിട്ടുള്ള ആശുപത്രിയാണ് നെയ്യാറ്റിൻകരയിലേത്. പലതവണ ആരോഗ്യ വകുപ്പിന്റെ ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം.